ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എക്സോറ പ്ലാന്റ് അല്ലെങ്കിൽ തെച്ചിച്ചെടി എന്ന് പറഞ്ഞ ചെടിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ വേണമെങ്കിൽ നമ്മൾ നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് നമ്മുടെ തെച്ചിച്ചെടി. കാരണം മഴക്കാലത്ത് നിറഞ്ഞ പൂത്ത് നിൽക്കുന്ന ചെടിയായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കാരണം ഇപ്പം ജൂലൈ ആയല്ലേ, ജൂലൈ ഇന്ന് 6 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജൂൺ മുതലേ മഴയാണ്. പക്ഷേ ഈ മഴയത്തു തെച്ചിച്ചെടിയിൽ നിറയെ പൂക്കളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വർഷത്തിൽ 365 ദിവസവും പൂക്കൾ തരുന്ന പ്ലാന്റാണ് നമ്മുടെ എക്സോറ ചെടി അല്ലെങ്കിൽ എക്സോറ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ തെച്ചിച്ചെടി കേട്ടോ. പല നാട്ടിൽ പല പേരിലാണ് കേട്ടോ അത് അറിയപ്പെടുന്നത്. തെച്ചി എന്നൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ തെച്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ പല കളറിലും ഈ ഒരു ചെടിയുണ്ട്. പല കളറിലും ലീഫിൻ്റെ ഡിഫറൻസിലും അതുപോലെ തന്നെ പൂക്കളുടെ കളറിങ്ങിലും ഒരുപാട് കളറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ലീഫുള്ളത്, കുറച്ച് വലിപ്പമുള്ള ലീഫ്, അങ്ങനെ ഒരുപാട് ഇതിലാണ് നമ്മുടെ ഈ ഒരു ചെടി ഉള്ളത്. അപ്പോൾ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ചെടി നട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് നിറഞ്ഞു പൂക്കുന്ന ഈ ഒരു ചെടി എങ്ങനെയാണ് വേരെടുപ്പിക്കുന്നത്, ഞാൻ പിടിപ്പിച്ചത് വേര് വന്നതൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തെച്ചിച്ചെടി നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നമുക്ക് മുറ്റത്തൊക്കെ മണ്ണിലൊക്കെ നട്ടുവെക്കാം, ചട്ടിയിലും നട്ടുവെക്കാം കേട്ടോ. ചട്ടിയിലൊക്കെ നട്ടുവെക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നല്ല വെയിലുള്ള സ്ഥലത്ത് ചെടി കൊണ്ടുപോയി വെക്കാം കേട്ടോ. എത്രത്തോളം വെയിലുണ്ട് അത്രത്തോളം വെയിലുള്ള സ്ഥലത്താണ് നമ്മുടെ തെച്ചിച്ചെടി വെക്കേണ്ടത്. നമ്മളിപ്പോൾ മണ്ണിൽ നട്ടു കൊടുത്ത തെച്ചിച്ചെടി ആണെങ്കിൽ നമ്മൾ എക്സോറ പ്ലാന്റിൽ നമ്മൾ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നന്നായിട്ടുണ്ടാകും. ഇപ്പോൾ ചട്ടിയിലാണ് നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുത്ത് വളർത്തിയാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ മണ്ണിൽ നട്ട് നിൽക്കുന്ന, അതായത് നമ്മൾ മുറ്റത്ത് നടുന്ന ചെടിയാണെങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. നമ്മൾ പൂക്കൾ അത് ഉണങ്ങുന്ന സമയം, അതായത് കരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഉണങ്ങുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും വേഗത്തിൽ പൂക്കൾ വരും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്കൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക, നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുക. അതുപോലെ നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചട്ടിയിൽ നടുന്നതിന് എന്തെങ്കിലും ഒരു ഫ്ലവറിങ് പ്ലാന്റിനുള്ള, അതായത് ഫ്ലവർ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വളം കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലവറിങ് ബൂസ്റ്റർ ഒന്നും കൊടുത്തില്ലെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും. കാരണം വെയിൽ കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ചെടി നമുക്ക് പല കളറിലും ഉണ്ട്. അത് നമുക്ക് യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് കളേഴ്സിലാണ് കേട്ടോ ഈ ഒരു പൂക്കളുള്ളത്. നമുക്ക് ഈ ഒരു ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നിൽക്കുന്ന ചെടിയും കൂടിയാണ് നമ്മുടെ എക്സോറ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ടിങ്സിലൂടെയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത്, അതായത് മഴക്കാലത്ത്, വേനൽക്കാലത്തും കട്ടിങ്സൊക്കെ പിടിക്കും, എങ്കിലും മഴക്കാലത്ത് നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നിലത്ത് നടുന്ന ചെടിയെ ഒരുപാട് കുറച്ച് പൊക്കം വെക്കുന്ന ചെടിയാണ് കേട്ടോ. നല്ല രീതിയിൽ പൊക്കം വെക്കുന്ന ചെടിയാണ് നമ്മുടെ ഈ ഒരു തെച്ചിച്ചെടി കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ, നമ്മൾ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് അയറ്റി വെക്കാതെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി നമ്മൾ ചട്ടിയിൽ നടുന്ന സമയത്ത് നമ്മൾ പോട്ടിങ്സ് ആയിട്ട് കൊടുക്കേണ്ടത് മണൽ, ചാണകപ്പൊടി മതി കേട്ടോ. അതിൽ നമുക്ക് പെർലൈറ്റ് വേണ്ട, ഇനിയിപ്പോൾ നമുക്ക് ഉമി വേണ്ട, അതുപോലെ നമുക്ക് ചകിരിച്ചോറൊന്നും വേണ്ട കേട്ടോ. മണ്ണും മണലും നമ്മുടെ എല്ലുപൊടി അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു പോട്ടി മിക്സിൽ ചട്ടിയിൽ നടന്ന ചെടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ, നമ്മൾ കുറച്ച് കരിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ ഈ ഒരു ചെടിക്ക്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് കട്ടിങ്സ് മതിയിട്ട്, കുഞ്ഞ് കട്ടിങ്സ് എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു 3 ഇഞ്ചൊക്കെ വലുപ്പത്തിൽ, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു സ്റ്റെം എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു വിരലിൻ്റെ അത്രയുള്ള സ്റ്റെം ആയാലും, അതായത് അത്ര നീളത്തിൽ 1 ഇഞ്ച് ആണെങ്കിലും നമുക്ക് ഇത് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് പിടിപ്പിക്കാൻ പോകുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നട്ടുവെച്ച ചെടി കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇതൊക്കെ നിലത്തുള്ള ചെടിയാണ് കേട്ടോ. ഇതിലൊക്കെ നിറഞ്ഞ പൂക്കളായിരുന്നു നേരത്തെ കണ്ടതുപോലെ. ഇപ്പോൾ കുറച്ച് പൂക്കൾ, പക്ഷേ ഒരുപാട് മൊട്ടിട്ടിട്ടുണ്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത്, ഇപ്പോൾ അടുത്ത ഇതിൽ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ഇതിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ നട്ടുവെച്ച് നോക്കാം കേട്ടോ. ഞാൻ നട്ടുവെച്ച 2 ചെടി കാണിച്ചു തരാം. അപ്പോൾ അത് രണ്ടും ഡിഫറൻസ് ലീഫാണ്, ഫ്ലവർ കളർ വ്യത്യാസം കേട്ടോ. അപ്പോൾ ആ വലിയ ലീഫുള്ളത് യെല്ലോ കളറും ഇത് റെഡ് കളറുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു വെയിലുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ 2 കമ്പ് നട്ടു വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ
ഒരു കമ്പുമാണ് നട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നട്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ തണലുള്ള സ്ഥലത്തേക്ക് വെക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നല്ലേ. ഞാനിത് നട്ടിട്ട് ഞാൻ ചെടിയുടെ വടിയിൽ, അതായത് ചെടികളൊക്കെ ഒന്നായിട്ട് വെച്ചതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഞാൻ വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക 4-5 മാസം മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിന് പുറത്തേക്കൊന്നും വേര് വന്നിട്ടില്ല, പക്ഷെ നല്ല രീതിയിൽ കൊമ്പ് ചില്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരു ബ്രാഞ്ചസ് അല്ലെങ്കിൽ 1-2 ബ്രാഞ്ചസ് നമുക്ക് അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതായിരിക്കും നന്നാകുക. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ചെറിയൊരു കട്ടിങ്സ് മതിയിട്ട് നമുക്ക് പിടിച്ച് കിട്ടാൻ ചെറിയൊരു കട്ടിങ്സ് മതി. ഇതുപോലെ ഞാൻ നട്ട് കൊടുത്തിട്ട് നിങ്ങൾ നട്ട് കൊടുക്കുന്നതോ ഞാൻ നട്ട് കൊടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി വെക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിച്ചതാണ്. അതുപോലെ നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു ഇതെടുത്ത് പിന്നെ അതിൻ്റെ അടിവശത്തുള്ള ലീഫൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടിവശത്തുള്ള ലീഫൊക്കെ ഞാൻ ഒഴിവാക്കി കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് പിന്നെ മണലുള്ള ഇത് ഞാൻ ഗ്രോ ബാഗ് ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രോ ബാഗ് അല്ല, നമ്മളൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്നൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് നട്ട് കൊടുത്താൽ മതി കേട്ടോ. നട്ട് കൊടുത്തിട്ട് നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ നല്ല തണലുള്ള ഏരിയയിൽ വയ്ക്കുക, മഴക്കാലത്താണെങ്കിൽ നമ്മൾ മുറ്റത്ത് തന്നെ കൊണ്ടുപോയി വെച്ചാൽ മതി കേട്ടോ. കാരണം നമുക്ക് മുറ്റത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ. പെട്ടെന്ന് ഈ ഒരു സമയത്ത് മഴക്കാലത്ത് നമ്മുടെ ഇങ്ങനെ മരമാകുന്ന ചെടികളൊക്കെ പിടിച്ച് കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. ബൊഗൻവില്ല പ്ലാന്റ്സ്, തെച്ചി, ഇങ്ങനെയുള്ള എല്ലാ ചെടികളും നമുക്ക് പിടിച്ച് കിട്ടുന്ന മെലസ്റ്റോം ഒക്കെ ഇപ്പോൾ കുത്തി കൊടുത്താൽ നമുക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതിൽ ഞാനിതാ അങ്ങനെ വെച്ചു. കുറച്ച് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു വന്നതാണ് കേട്ടോ. വെള്ളം ഒഴിക്കുന്നത് എന്തിനാണ്, നമ്മൾ ഓൾസ് ഉണ്ടാക്കിയാലും അതുപോലെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മണ്ണ് ശരിയാകാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് ഈ പോട്ടിംഗ് മിക്സ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ ഇതിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു കമ്പും കൂടി കുത്തിയിട്ടുണ്ടെങ്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി നല്ല ബുഷിയാകും കേട്ടോ. ഒരു കമ്പ് മതി. പക്ഷേ നമ്മൾ അരയിലെ പ്ലാന്റ്സിലൊക്കെ 4-5 കമ്പ് വെക്കും പോലെ തെച്ചി ചെടിക്കും നമ്മൾ 1-2-3 കമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെടി ഒന്നിച്ച് തന്നെ വലിയൊരു പോട്ടിലേക്കാക്കി കൊടുത്താൽ നല്ല ബുഷിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ തന്നെ ഒരു കമ്പും കൂടി എടുക്കുന്നത്. കമ്പെടുക്കാൻ കാരണം നമ്മൾ ഒന്നും കൂടി ഇത് ചെറുതായിട്ട് വെട്ടിക്കൊടുത്താൽ ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇത് നല്ല രീതിയിൽ നമുക്ക് പിന്നെ നല്ല ബുഷിയായിട്ട് തോന്നും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കമ്പ് എടുത്ത് അടിവശത്തുള്ള ലീഫൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇത് തോന്നില്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മാസം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകൾ വശത്തുള്ള ആ ഒരു തലപ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ബ്രാഞ്ചസ് വരും കേട്ടോ. ആദ്യം കാണിച്ച ചെറിയ കുഞ്ഞു പ്ലാന്റിന് ബ്രാഞ്ചസ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു തൈ അടർത്തി മാറ്റി വെക്കാം. അന്ന് നട്ട് കൊടുത്തത് എങ്ങനെ വേര് വന്നിട്ടുണ്ട്, വേര് എന്തായാലും വന്നിട്ടുണ്ടാവുമോ. അപ്പോൾ ഇത്രത്തോളം 4 മാസത്തോളം ചെടി നിൽക്കില്ലല്ലോ. അപ്പോൾ എത്രത്തോളം വേര് വന്നൊക്കെ നോക്കട്ടോ. അപ്പോൾ നമുക്ക് കണ്ടില്ല, ഇത്രത്തോളം നമുക്ക് വേര് വന്നിട്ടുണ്ട്. ഇത് നല്ല യെല്ലോ കളറുള്ള തെച്ചിയാണ്. നമുക്ക് ഇനിയിപ്പോൾ ചട്ടി വാങ്ങിയിട്ട് ഈ ഗ്രോ ബാഗ് കട്ട് ചെയ്തിട്ട് ആ 2 തെച്ചിച്ചെടിയും കൂടി ഒരു ചട്ടിയിലേക്കാക്കി കൊടുത്താൽ അത്രയും നല്ലതാണ്. ഇനി വേണ്ട നമുക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് നട്ട് കൊടുക്കാം. കഴിയുന്നത് ഒന്നിച്ച് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷി പ്ലാന്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ തെച്ചിച്ചെടി അതായത് എക്സോറ പ്ലാന്റ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾ മെലസ്റ്റോമ പ്ലാന്റ് അതുപോലെ തന്നെ ബൊഗൻവില്ല പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ബൊഗൻവില്ല പ്ലാന്റ്സ് നട്ട് കൊടുത്താൽ ഇളകാൻ പാടില്ല കേട്ടോ. ഇളകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് ഇളകിയിട്ടുണ്ടെങ്കിൽ പിടിക്കില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെടി വാങ്ങിയാൽ എത്ര ചെടിയാക്കുക, ഒരുപാട് ചെടികളാക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.